ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 16. നാ സദോ വിദ്യതേ ഭാവോ നാ ഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോ തത്വദർശിഭിഃ. ആത്യന്തികമായി ഇല്ലാത്തതിന് ഉണ്ടെന്നുള്ള ഭാവമില്ല, ഉള്ളതിനാകട്ടെ ഇല്ലായ്മയുമില്ല. ഈ രണ്ടിൻ്റെയും നിർണയം തത്വദർശികളാൽ അറിയപ്പെട്ടിരിക്കുന്നു. ഈ ശ്ലോകം പറയുന്ന ആ തത്വത്തിനപ്പുറത്തേക്ക് ഇനി മറ്റൊരു ശാസ്ത്രത്തിനും പറയാനില്ല. ഉള്ളതെന്നും ഉണ്ട്, ഇല്ലാത്തതൊരിക്കലും ഉണ്ടാവുന്നില്ല. ഉള്ളതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല, ഇല്ലാത്തതൊട്ടുണ്ടാക്കാനും സാധ്യമല്ല എന്ന് ഈ ശ്ലോകത്തിന് അർത്ഥം പറയാം. ഇവിടെ എങ്ങനെയാണത് നിർണയിക്കുക? അപ്പോൾ പറയാണ്, ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറയുന്നത് ആ ഉണ്മയ്ക്ക് നാശമില്ല. അപ്പം ഞാനുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റേതായ ശരീരത്തെ നോക്കി നമ്മൾ പറയുമ്പോൾ അത് വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. വാസ്തവം എന്നുള്ള വാക്കിന് വസ്തുസത്ത യാതൊന്നാണോ അതാണ് വാസ്തവികത. അപ്പോൾ വസ്തുസത്തയെ അന്വേഷിച്ചാൽ വാസ്തവികമായിട്ട് ശരീരം ഇല്ല. കാരണം ഒന്നുണ്ട് എന്ന് പറയണമെങ്കിൽ അത് ഭൂത ഭാവി വർത്തമാനകാലത്തിലും ഉള്ളതായിരിക്കണം. ഇന്നലെയുണ്ട്, ഇന്നുണ്ട്, നാളെയുള്ളത്, അതാണ് വാസ്തവത്തിലുള്ളത്. ഇന്നലകളിൽ ഇല്ലായിരുന്നു, ഇന്ന് കാണപ്പെടുന്നുണ്ട്, നാളെ ഇല്ലാതാവുന്നത് വാസ്തവികമായിട്ടില്ല, എന്നാൽ കാണുന്നുണ്ട്. അപ്പം ഈ കാണുന്നതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുഴപ്പം പറ്റിയാന്നൊക്കെ പറയും. ഇല്ല എന്നല്ല, വാസ്തവികമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പരമാർത്ഥത്തിൽ ചിന്തിച്ചാലില്ല. എങ്ങനെ? അത് പറയുകയാണ്. ഒരു ദൃഷ്ടാന്തങ്ങളിലൂടെയാണത് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു മൺകുടം എടുത്തു. മൺകുടത്തിൽ അത് കുടമായപ്പോഴും കുടമാവുന്നതിന് മുമ്പും കുടം പൊട്ടിയപ്പോഴും അത് മണ്ണാണ്. മണ്ണൊരിക്കലും കുടമായിട്ടില്ല. മണ്ണിനെ കാണുന്ന ദൃഷ്ടിയിൽ നോക്കിയാൽ അതൊരിക്കലും കുടമായിട്ടില്ല. എന്നാൽ വ്യവഹാരത്തിൽ വെള്ളം എടുക്കണമെങ്കിൽ എന്ത് വേണം? അത് കുടം എന്നുള്ള വ്യാവഹാരിക സത്യത്തെ അംഗീകരിക്കണം. അപ്പോൾ കുടമുണ്ട്. എന്നാൽ വാസ്തവത്തിൽ കുടമുണ്ടോ? ഇല്ല. കുടമായപ്പോഴും കുടമാവുന്നതിന് മുമ്പും അത് മണ്ണ് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് വ്യവഹാരം നടക്കില്ല. അപ്പം വ്യാവഹാരിക സത്യത്വത്തിലുണ്ട്, പാരമാർത്ഥികമായി ചിന്തിച്ചാൽ അത് മണ്ണ് തന്നെയാണ്. ഇനിയും ദൃഷ്ടാന്തങ്ങൾ അനേകം പറയാം. ഒരു സ്വർണ്ണാഭരണം. അപ്പം സ്വർണം കൊണ്ടുണ്ടാക്കിയ ആഭരണ വൈവിധ്യങ്ങൾ ലക്ഷക്കണക്കിനാവാം. ലക്ഷക്കണക്കിന് ഉണ്ടാക്കാമെങ്കിൽ 1001 ഉണ്ടാക്കാം. പക്ഷെ ഇതെല്ലാം സ്വർണ്ണാഭരണമാണ്, സ്വർണത്താലാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അതിന് സ്വർണം നീക്കം ചെയ്തു കഴിഞ്ഞാൽ എന്തായി? പിന്നെ ആഭരണമില്ല. എന്നാൽ ആഭരണം ഇല്ലെങ്കിലും സ്വർണമുണ്ട്. അപ്പോൾ ഉണ്മയ്ക്ക് നാശമില്ല, അസ്തിത്വത്തിന് നാശമില്ല, ഉണ്മയ്ക്ക് നാശമില്ല. അത് എപ്പോഴും ഉള്ളതാണ്. ഇപ്പം ഇവിടെ മണ്ണ് എപ്പോഴും ഉണ്ടോ? അതും രണ്ടായിട്ട് തീരില്ല എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഇവിടെ ദൃഷ്ടാന്തം ഏകദേശ ബോധകത്വമാണ്. ഇത് മനസ്സിലാക്കിക്കാനാണ്. അപ്പോൾ ഉണ്മ, ഞാനുണ്ട്, നിങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, കുറുക്കനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഉള്ള ആത്യന്തികമായ സത്ത അത് ഉള്ളതാണ്. അതിനെ ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല. അതേ ഉള്ളൂ. ഈ കാണപ്പെടുന്നതൊന്നും വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, ഉണ്ടെന്ന് തോന്നലാണ്. ആ തോന്നലാണ് ഇല്ലാതാവുന്നത്. ദൃഷ്ടാന്തങ്ങൾ അനേകം പറയുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾക്ക് കൂടുതൽ ചിന്തിക്കാൻ ഇടവരട്ടെ. ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളൊക്കെ എന്നുമുണ്ട്. ഉള്ളതിനെ നശിപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല, ഇല്ലാത്തതിനെ ഉണ്ടാക്കാനും ആര് വിചാരിച്ചാലും സാധ്യമല്ല. ഉള്ളതെന്നുണ്ട്, ഇല്ലാത്തതൊരിക്കലും ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവുകയുമില്ല. ഇതാണ് ശാസ്ത്രത്തിൻ്റെ പരമാവധി. ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും പറയാനില്ല.